ഹലോ, ഗുഡ് മോർണിംഗ്. ജോസ് കാച്ചിപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. ഇവിടെ സമ്പൂർണ്ണ സാക്ഷരതയും മുഴുവൻ വിദ്യാർത്ഥികളും സ്കൂളുകളിൽ എത്തുന്നതും ഒന്നും ഒരു പുതിയ കാര്യമല്ല, സാധാരണ സംഭവം മാത്രം. എന്നാൽ അവർക്ക് അങ്ങനെയല്ല, അവർക്ക് ഇത് ഒരു അത്ഭുതമാണ്. കാശ്മീരിൽ നിന്നുള്ള ഒരു സംഘം വിദ്യാർത്ഥികൾ കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സന്ദർശിച്ചപ്പോഴാണ് ഈ രംഗം അരങ്ങേറിയത്. കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരതയെക്കുറിച്ചും കേരളത്തിലെ സ്കൂളുകളിൽ മുഴുവൻ വിദ്യാർത്ഥികളും എത്തുന്നതിൻ്റെ രഹസ്യത്തെക്കുറിച്ചുമാണ് സംഘത്തിന് അറിയേണ്ടിയിരുന്നത്. കേരളത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും സാംസ്കാരിക പശ്ചാത്തലത്തെക്കുറിച്ചും വിവരിച്ച് പ്രിൻസിപ്പൽ ഗിരീഷ് കുമാർ ഇതിന് മറുപടി നൽകി. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ മുഖച്ഛായ മാറ്റിയ പ്രിസം പദ്ധതിയെക്കുറിച്ച് അറിയാനാണ് സംഘം കോഴിക്കോട് എത്തിയത്. ശ്രീനഗറിലെ കോത്തിബാഗ് സ്കൂളിലെ അധ്യാപകരായ മറിയം അക്ബർ, ഹുമരിയ ഷാ, ഷെയ്ഖ് സഹൂർ എന്നിവരും 9ാം ക്ലാസ്സിലെയും +1ലെയും 5 വീതം വിദ്യാർത്ഥിനികളുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. പ്രിസം പദ്ധതി നടക്കാവ് സ്കൂളിൽ ആരംഭിച്ചതിൻ്റെ പങ്കാളികളായ ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷൻ ഒരുക്കിയ ഒരു സാംസ്കാരിക വിനിമയ പരിപാടിയുടെ ഭാഗമായാണ് ഇവരുടെ സന്ദർശനം. കോഴിക്കോട് സ്വദേശികളായ ഫൈസൽ കൊട്ടിക്കോളനും ഭാര്യ ഷബാനയും ദുബായിൽ ആരംഭിച്ച ഒരു ജീവകാരുണ്യ സംഘടനയാണ് ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷൻ. പ്രിസം മാതൃകയിൽ കോത്തിബാഗിലെ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനെയും ഉയർത്തിക്കൊണ്ടുവരികയാണ് ഫൗണ്ടേഷന്റെ ലക്ഷ്യം. ഇതിനുവേണ്ടി ഫൗണ്ടേഷൻ ചെലവഴിച്ച 20 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 27 നടക്കും. കാശ്മീരിലെ സ്കൂൾ കുട്ടികൾക്കും സമഗ്രവും ഉത്കൃഷ്ടവുമായ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഫൗണ്ടേഷന്റെ ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായാണ് മാതൃകയായ നടക്കാവ് സ്കൂളിനെ നേരിട്ട് കാണാനും അവരുമായി സംസാരിക്കാനുമായിട്ട് സംഘം കോഴിക്കോട് എത്തിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.